ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളൊരു സിം കാർഡ് എടുക്കുന്ന സമയത്ത് അതായത് ഒരു മൊബൈൽ വാങ്ങി നമ്മൾ കണക്ഷനായിട്ട് സിം കാർഡായിട്ട് എയർടെല്ലോ ജിയോ അല്ലെങ്കിൽ BSNL ഏത് കണക്ഷൻ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ ഷോപ്പുകളിൽ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആധാർ കാർഡ് വെച്ചിട്ട് മറ്റാരെങ്കിലും സിം കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? അതായത് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മളായി മാറും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അറിയാൻ പറ്റുക നമ്മുടെ പേരിൽ എത്ര കണക്ഷൻസ് ഉണ്ടെന്ന്? അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ കയറാം. ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കീവേഡ് TAFCOP എന്ന് ടൈപ്പ് ചെയ്യുക. TAFCOP എന്ന് ടൈപ്പ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് TAFCOP ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയാം. അതല്ലെങ്കിൽ മറ്റൊരു കീവേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു സൈറ്റ് സഞ്ചാർ സാത്തി SANCHARSAATHI. ഇത് രണ്ട് ടൈപ്പ് ചെയ്താലും ഒരേ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് TAFCOPയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ആധാർ വെച്ചിട്ട് കള്ളത്തരത്തിൽ ആരൊക്കെ കണക്ഷൻ എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈറ്റാണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെഫ്കോപ്പ്. ഇവിടെ നോ യുവർ മൊബൈൽ നമ്പർ ഇഷ്യൂഡ് ഇൻ യുവർ നെയിം, അതായത് നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ആരൊക്കെ കണക്ഷൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ റിക്വസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ സോൾവ് ചെയ്തത് ലക്ഷക്കണക്കിന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ, നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ക്യാപ്ച കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. വാലിഡേറ്റ് ക്യാപ്ച എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച കൃത്യമായിരിക്കണം. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ലെറ്ററിലാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ സക്സസ് ആണ്. ഇപ്പോൾ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. നിങ്ങളുടെ ഏത് നമ്പറാണോ OTP ഫോൺ ഉപയോഗിക്കുന്നത് ആ നമ്പറിലേക്ക് OTP വരും. ആ OTP ഒന്ന് ഇവിടെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇവിടെ OTP കൊടുത്ത് നമ്മളിവിടെ ലോഗിൻ കൊടുക്കുക. OTP നമ്പർ തെറ്റാതെ ലോഗിൻ കൊടുക്കുക. ചില സമയത്ത് സർവർ ബിസി ആകുമ്പം ചിലപ്പം 1-2 മിനിറ്റ് എടുക്കാറുണ്ട്. ഉണ്ടല്ലേ, ഇവിടെ കാണിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ 1 2 3 4 4 ആളുകൾ എൻ്റെ നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ആകെ 2 നമ്പറേ ഉള്ളൂ, പക്ഷേ 4 നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആധാർ ആരോ മിസ്യൂസ് ചെയ്തിട്ട് 2 നമ്പറുകളിൽ കണക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നോട്ട് മൈ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നോട്ട് മൈ നമ്പർ കൊടുത്തിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നോട്ട് റിക്വയർഡ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നു, ഇനി ആവശ്യമില്ലെങ്കിൽ നോട്ട് റിക്വയർഡ് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് റിക്വയർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. തൽക്കാലം അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ആരെങ്കിലും കള്ളത്തരത്തിൽ സിം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലൊന്ന് ഈ സൈറ്റിലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ, ആരെങ്കിലും കള്ളത്തരത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ ഒന്ന് അടിച്ചു നോക്കുക. എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്, അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ ആധാർ വെച്ചിട്ട് നിങ്ങൾ ഒറിജിനലായിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതും. അല്ലാത്തതാണെങ്കിൽ റിമൂവ് ചെയ്യാനും മറന്നു പോകരുത്. ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ നമ്മൾ ഉത്തരവാദിയായി മാറും. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വെരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.